സംസ്ഥാന കോൺഗ്രസിൽ ഇനി അനൈക്യമുണ്ടാകില്ലെന്ന് UDF ഘടകകക്ഷികൾക്ക് ഉറപ്പ് നൽകിയ ഹൈക്കമാൻഡ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഘടകകക്ഷികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സീറ്റ് വിഭജനം നേരത്തെ പൂർത്തീകരിക്കണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ച അസാധാരണമല്ലെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വാദം. എന്നാൽ കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ച് ഐക്യമുറപ്പിച്ചതിന് പിന്നാലെയാണ് ഘടകകക്ഷികളെ വെവ്വേറെ കേൾക്കാൻ ഹൈക്കമാൻഡ് പ്രതിനിധി അയച്ചത്. ഘടകകക്ഷികളെ കണ്ട ദീപാദാസ് മുൻഷി കേരളത്തിലെ കോൺഗ്രസിൽ ഇനിയൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് നൽകിയത്. This is a normal procedure. It is nothing new, nothing after follow up or before follow up. It is nothing like that. We all the allied partners, we want to fight election together, so we are having a discussion on many issues. ഇക്കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചു എന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാണി സി കാപ്പൻ തുറന്നു പറഞ്ഞു. ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന സമയമായിരുന്നല്ലോ, അതൊക്കെ ഏതാണ്ടൊന്ന് താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അവരോടൊന്ന് മേലിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുന്നണി വിപുലീകരണം ചർച്ചയായെങ്കിലും പാലായുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും മാണി സി കാപ്പൻ അറിയിച്ചു. നിയമസഭ പിടിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യമില്ലെന്നായിരുന്നു PJ ജോസഫിന്റെ നിലപാട്. സീറ്റ് വിഭജനം നേരത്തെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഞാനും പറഞ്ഞു, നേരത്തെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെയും ഫിക്സ് ചെയ്യുക. സ്ഥാനാർത്ഥികൾക്കും വലിയ റോളുണ്ട്. CMP നേതാവ് CP ജോണും സീറ്റ് വിഭജനം നേരത്തെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടു. അനൂപ് ജേക്കബും ദീപാദാസ് മുൻഷിയെ കണ്ടു. വരും ദിവസങ്ങളിലും ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടരും. മീഡിയ 1 തിരുവനന്തപുരം.